ഹായ് ഗൈസ്. അപ്പം ഇന്ന് നമുക്ക് ഇന്ന് നൈറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു ഡേ കാണാം. ഇന്നിപ്പോൾ ഒരു ഏകദേശം ഒരു 8 മണിയാകും തോറും 8-8:30 ആകുമ്പോൾ എൻ്റെ നൈറ്റ് കഴിയും. സോ ഇന്നെനിക്ക് നൈറ്റ് ഓഫാണ്. അപ്പോൾ എൻ്റെ നൈറ്റ് ഓഫിൻ്റെ ഒരു ഡേ. ഇന്ന് പിന്നെ കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്നതല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വ്ലോഗ് എടുക്കാം. ഓക്കെ, ഗൈസ്, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം പോവാൻ. ഗൈസ്, ഇന്ന് എനിക്ക് മഞ്ചേരി എത്തണം. ശരിക്കും എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട് വേഗം പോയാൽ മതി. പക്ഷെ പറ്റില്ല, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ചായയൊക്കെ കുടിച്ച് ഹോസ്റ്റലിൽ പോവാണ്. നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലെത്തി. ഞാൻ റൂമിലെത്തി. പക്ഷെ എനിക്കിനി കുളിക്കണം, മാറ്റണം, കുറേ പണിയുണ്ട്. ഭയങ്കര സ്ലോ മോഷനാണ്. ഇപ്പം തന്നെ സമയം 10 മണിയാവാനായി. ഒരുത്തിയും കൂടെ ഉണ്ട് എൻ്റെ കൂടെ. ഓളോട് മഞ്ചേരി സ്റ്റാൻഡിൽ എന്നെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ വേഗം കുളിച്ച് റെഡി ആവട്ടെ. ഗൈസ്, നമ്മുടെ കുളി കഴിഞ്ഞു. ഇനി നമ്മൾ പോവുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് എടുക്കാം. ഗൈസ്, നമ്മൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. നല്ല ലേറ്റാണ്. അതായത് ഇന്നെ കാത്ത് സിത്ത് അവിടെ മഞ്ചേരി സ്റ്റാൻഡിലെത്തി. പക്ഷെ എന്നിട്ടും ഞാൻ ഇറങ്ങിയിട്ടില്ല ഗൈസ്. സിത്തുവിനെ കണ്ടു ഗൈസ്. ഞാൻ കുഞ്ഞിനുണ്ട്. ഗൈസ്, ഞങ്ങൾ ഇവിടെ വീട്ടിലെത്തി. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് റെഡി ആവണം, എന്നിട്ട് വേണം പോവാൻ. പരിപാടി വീട്ടിലറിയുണ്ടാവോ? ഇല്ല, ചാവി ഫോട്ടോ എടുത്ത് അയച്ചിട്ടുണ്ട് എവിടെ വെച്ചത്. അപ്പോൾ നീ റെഡിയാവുക, പോവാം. അവിടെ പരിപാടിയൊക്കെ തുടങ്ങണം ഗൈസ്. അതാണ് പിന്നെ ഇപ്പം ഞങ്ങൾ സെലിബ്രിറ്റീസ് അങ്ങനെയാണ്. ഞങ്ങളെല്ലാവരും എത്തിയിട്ട് പരിപാടിക്ക് എത്തും. അതെ, ലാസ്റ്റ് ചോറ് എത്തിയെങ്കിലും എത്തണം എന്നാണ് ഞങ്ങളൊരു. അതെ, ആദ്യം ചെന്ന് ചോറുന്നണം എന്നാണ് ഞങ്ങളുടെ ആ ഒരു ഇത്. ഓടിക്കോ, റെഡിയാക്കോ ഗൈസ്. ഞങ്ങൾ റെഡിയായി. സിമ്പിളായിട്ടാണ് മാറ്റിയത്, കണ്ടോളൂ. ഞങ്ങൾ പെട്ടെന്ന് മാറ്റി. അവിടുന്ന് വെളി വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 11 മണിക്ക് പരിപാടി തുടങ്ങിയോണ്ട് സമയം ഇപ്പോൾ 12:32. ശരി, ഞങ്ങൾ പോവാണ്. ബായ് ഗൈസ്. അവിടെ എത്തുമ്പോൾ ഒന്നുകൂടെ മുടി അയച്ച് കെട്ടാൻ വിചാരിച്ചു. ഭയങ്കര വെയിലുള്ളുണ്ട്. ഓ, നല്ല ചൂടാട്ടോ. ഞങ്ങളെ കൊണ്ടുപോകാൻ ഒരു വണ്ടി എത്തും. അത്രയ്ക്കും സെലിബ്രിറ്റി ആയതുകൊണ്ടാണ്. അപ്പം ഇപ്പൊ വരും വണ്ടി. ഗൈസ്, നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ലാലേട്ടൻ വന്നിട്ടുണ്ട് ഗൈസ്. അമ്മീ ഗൈസ് പോവാണ് ഗൈസ്. ഗൈസ്, ഇതാണ് നമ്മളെ കല്യാണ പെണ്ണിന്റെ ബ്രദറാണ്. ഇത്രയും തിരക്കുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി നേരിട്ട് ഇതാണ് ഗൈസ്. ചൂടുമ്പൊക്കെയാണ്. ഓക്കെ, ഞാൻ എത്തിയിട്ട് കാണിച്ചാൽ. ഗൈസ്, വേറൊരു പ്രശ്നമുണ്ട്. ഇയാൾക്ക് വണ്ടി ഓട്ടാൻ അറിയില്ല. ഞങ്ങൾ ഇപ്പോഴാണ് ആ സാധനം ഞങ്ങൾക്ക് ശരിക്കും ഓടിക്കാൻ അറിയില്ല എന്താണ്. അപ്പൊ ഞങ്ങള് കേറിയപ്പോ എനിക്ക് ഓർമ്മയില്ല, കാരണം ഞങ്ങൾക്ക് എങ്ങനെയാലും അവിടെ എത്തിയാൽ മതി ചെയ്തത്. ഇപ്പോഴാണ് ഓർമ്മ. ലാലേട്ടാ സൈഡിൽ കൂടെ അവിടെ എത്തുകയാണെങ്കിൽ ബാക്കി എടുക്കാം. എത്തുകയാണെങ്കിൽ വ്ലോഗ് ഉണ്ടാവും. ഇതിന്റെ ബാക്കി ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഇട്ടത്.
ഗൈസ് പ്രിൻസി പറഞ്ഞോ ഗൈസ്. ചേച്ചിൻ്റെ റിസപ്ഷനാണ്. ഞാൻ ഡാൻസ് ഒക്കെ ഉണ്ടോ? ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല. പഠിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. ഇതാണ് ഏതോ മേമ. ഗൈസ് മേമ അമ്മ. അമ്മ ഓക്കെ. ഫൈനലി നമ്മുടെ അമ്പിളി ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഗൈസ് ഇന്നത്തെ വൈൻഡപ്പ് ഗൈസ് അങ്ങനെ ഞങ്ങളുടെ വെഡിങ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ.